കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനം ചിന്തിപ്പാനായി ഇങ്ങനെ ഒരു സമയം ദൈവം നൽകുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇന്നലെ തുടങ്ങിയ ഒരു ചിന്തയുടെ കണ്ടിന്യൂവേഷനായിട്ട് ഇന്നത്തെ ദിവസവും ചിന്തിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. 1 Corinthians chapter 4 verses 19 and 20 രണ്ട് വാക്യങ്ങളാണ് കുറിവാക്യമായിട്ട് ഒന്നുകൂടെ വായിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുന്ന 1 Corinthians chapter 4 verse 19 and 20. ബൈബിളിലുള്ള എല്ലാവരും ബൈബിൾ തുറന്ന് ആ ഭാഗം നോക്കണം. നിങ്ങൾക്ക് വല്ല നോട്ടോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടുമെങ്കിൽ ഐ എൻകറേജ് യു. നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന 60 minutes അത് പാഴായി പോകാതെ ജസ്റ്റ് ഒരു ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് ആയി പോകാതെ ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് ശോധന ചെയ്യുകയും, സ്പെഷ്യലി ഐ എൻകറേജ് മൈ യങ്സ്റ്റേഴ്സ്, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇഫ് യു ഹാവ് എനി ഡൗട്ട് with regard to what we are talking about, I am available after the meeting. If you have any questions, if you have any clarifications, I will be more than happy to spend time with you, because I believe the day and age that we are living in, we need proper teaching in God's word, and especially youngsters need guidance and direction, which they are not getting. They are desperate to know what the truth is, to have clarification, but unfortunately because of the busy schedule we hardly get time to pause, think and meditate. Okay, 4-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. The kingdom of God is not a matter of talk but of power. എന്നാൽ മലയാള പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയില്ല എന്നുള്ളതാണ്. അതാ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയ ഭാഗം ഇന്നലെ. വാസ്തവത്തിൽ ഈ ഭാഗത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നതിന് മുമ്പ് 1-2 മിനിറ്റിൽ ഈ സന്ദേശത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറയാം. കാരണം ദൈവരാജ്യം എന്നുള്ള ആ വലിയ ഒരു സങ്കല്പം, യേശു കർത്താവിൻ്റെ സെർമൺസ് മുഴുവൻ ഇറ്റ് വാസ് അബൌട്ട് കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോസ്തലന്മാരുടെ സന്ദേശങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികളിൽ നോക്കിയാൽ they were proclaiming about the kingdom of God. യേശുവും യോഹന്നാൻ സ്നാപകനും അപ്പോസ്തലന്മാരും, ഈ 3 major group. First John the Baptist വന്നു to prepare the way, then Jesus came, then apostles came. എല്ലാവർക്കും കിങ്ഡത്തിന് മുമ്പ് പറയാൻ ഒരു വാക്കുണ്ടായിരുന്നു. They did not say kingdom is coming first. What did they say first? Before they could say kingdom, therefore kingdom is coming. ഏതാ ഫസ്റ്റ് വേർഡ് അവർ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? Blank, for the kingdom is coming. Repent, for the kingdom is coming. അത് അവരുടെ വാക്കുകൾ, അധരങ്ങളിൽ നിന്ന് വന്ന ഫസ്റ്റ് വേർഡ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 3 പറഞ്ഞത് ചേഞ്ച് യുവർ മൈൻഡ്, then only you can understand this kingdom. Kingdom is not just about I want to be in this kingdom. It's about radical change of perspective, about value system, about the world view. യേശു കർത്താവും പറഞ്ഞത് ഇത് തന്നെയാണ്. Kingdom comes later. First you have to change your mind. ആ change your mind എന്നുള്ളത് ഞാൻ കൊച്ചിലെ വളർന്നു വരുമ്പം ആൾക്കാർ എന്നെ പഠിപ്പിച്ചിരുന്നത് ഇറ്റ്സ് അബൌട്ട് 1, 2, 3 കാര്യങ്ങൾ. സിനിമ കാണല്, ഐ ചേഞ്ച് മൈ മൈൻഡ് അബൌട്ട് ദാറ്റ്. സ്മോക്കിംഗ്, ഐ ചേഞ്ച് മൈ മൈൻഡ് അബൌട്ട് ദാറ്റ്. ഡ്രിങ്കിങ്, ഐ ചേഞ്ച് മൈ, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇന്നത്തെ ഈ സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മനസ്സിലാകും ഓൾ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതെല്ലാം ഫ്രൂട്ടാണ്. ഈ പറയുന്ന പോഹവലിയുടെ കാര്യവും അല്ലെങ്കിൽ സിനിമ കണ്ട കാര്യങ്ങളും. എൻ്റെ കൊച്ചുനാളിൽ ഒരു പെന്തിക്കോസ്തുകാരനോ ദൈവവേദനോ ആകാൻ വേണ്ടി ഈ 3 കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മതി. യു വിൽ ബി എ ഗുഡ് പേഴ്സൺ. ഒരു ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു ആളായി മാറും. പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന ഈ കാര്യങ്ങൾ എനിക്ക് എത്രമാത്രം അതിൻ്റെ അത് സ്ട്രെസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടുഡേ, ബട്ട് യു ഷുഡ് ഹാവ് എ വെരി ഓപ്പൺ മൈൻഡ് ടു ഫോളോ. ഇഫ് ദർ ഈസ് എനിത്തിങ് ദാറ്റ് ഐ ആം സെയിങ് ഫ്രം മൈ ഓൺ prejudice,
throw it into the trash. You don't have to accept it. But if it is God's word, then all of us will come under the authority of God's word. We have no choice because we have dedicated our life to follow Christ. Scriptures is the track that we follow. Then we have to come under the influence of scriptures, no matter whether it is very good to hear or not. അങ്ങനെ മാനസാന്തരം ദൈവരാജ്യത്തിന് അത്യാവശ്യമാണെന്ന് എല്ലാവരും പറഞ്ഞെങ്കിൽ ദൈവസഭയുടെ ആരംഭം മുതൽ, റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് ഇൻസെപ്ഷൻ ഓഫ് ദ ചർച്ച്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഹാപ്പൻഡ് വിത്ത് റിഗാർഡ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ കോൺഫറൻസിൽ സവിസ്തരമായി 3 ദിവസം ചിന്തിച്ചു. റോമൻസ് 14:17 നിന്നും റോമാക്കാര്, അവിടെയുള്ള സഭ ചിന്തിച്ചത് കിങ്ഡം ഇസ് എ മാറ്റർ ഓഫ് എന്തുവാ, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അതാ അവരോർത്തത്. കിങ്ഡത്തിലാണെങ്കിൽ ഞാൻ ചില ഭക്ഷണം കഴിക്കത്തില്ല, ചില ഭക്ഷണം എനിക്ക് വെറുപ്പാണ്, ബിക്കോസ് ഐ ബിലോങ് ടു കിങ്ഡം. ചില ദിവസങ്ങൾ വരുമ്പോൾ, ഫ്രൈഡേ വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുക, ഐ ആം പാർട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, സോ ദിസ് ഇസ് എ സ്പെഷ്യൽ ഡേ ഫോർ മീ. അതാ കിങ്ഡമായി ചിന്തിച്ചത്. അപ്പോഴേ ഇൻ ചാപ്റ്റർ 14:17 പൗലോസ് പറയുന്നത്, കിങ്ഡം ഇസ് നോട്ട് എ മാറ്റർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ബട്ട് ഇറ്റ് ഈസ് റൈച്ചസ്നെസ്, പീസ് and joy in the Holy Spirit. Righteousness എന്ന് പറഞ്ഞാൽ that craving to do what is right, not in the eyes of man, in the eyes of God. And that righteousness is not what Pharisees did. അതല്ല. Matthew 5:20 വായിക്കുന്നത്, unless your righteousness surpasses that of Pharisees, you will not enter the kingdom of God, because it is a higher righteousness expected of a child of God. ആ പീസ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള 2 പേരോട് ഇരുന്ന് കൈയിടിക്കുക എന്നല്ല, ഈവൻ എനിമീസ് ആയിട്ടുള്ളവരോടുകൂടെ പീസ് വരുന്ന ആ കിങ്ഡം. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ആറ്റിറ്റ്യൂഡ്, ഔട്ട് വർക്കിംഗ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഈ കാണുന്ന 1 Corinthians 4:20 എ ഗ്രോസ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കിങ്ഡം ഹാപ്പൻഡ് ഇൻ ദ Corinthian Church. Eating and drinking comes here as well from chapter 8 onwards. പക്ഷേ ഇവിടുത്തെ 4:20 നമ്മൾ ശ്രദ്ധിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ചിന്തിച്ച് തുടങ്ങിയത്, we had meeting yesterday. I see several new faces here. So just a brief of what we were talking about yesterday. This is a amazing church pioneered by Paul. They did not lack any spiritual gifts എന്നാണ് 1 Corinthians 1:9 പറയുന്നത്. They were enriched in every word എന്ന് പറഞ്ഞാൽ കൊരിന്ത്യൻ ചർച്ചിൽ, ബൈ ദ വേ ഇന്നലെ വന്നവരെന്നെ കറക്റ്റ് ചെയ്യണം, ഞാനിപ്പോൾ പറഞ്ഞ ആ വേർഡിൽ കൊരിന്ത്യൻ ചർച്ച് എന്നാണോ പറയുന്നത്? Church of God in Corinth. കാരണം the moment you say Corinthian church, that's a reflection of the culture coming in, reflection of the world view coming in. First century ഒരാളെ നോക്കി പറയാം, നീ ഒരു കൊരിന്ത്യനാണെന്ന് പറഞ്ഞാൽ that was an abuse in the first century. To live as Corinthian means to live as an immoral person. Corinthiazo എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആ ആള്, he has given himself into the culture, he has given himself into immorality. Corinth has become a synonym for immorality in the first century. അവിടെ പൗലോസ് പറയുന്നത്, we are not having a Corinthian church, we are having church of God in Corinth. Very different from the culture, very different from the world system, very different in the lifestyle, separate entity where people can see they are different group of people altogether. അതാ ദൈവത്തിൻ്റെ സ്വപ്നം ചർച്ചിനെ കുറിച്ച്. പക്ഷേ വന്ന് സംഭവിച്ചത് ഈ 4:19 and 20 ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവിടെ കാണുന്നത് 4:19 പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, പൗലോസിന് ഇവരുടെ അടുക്ക സഭ മുഴുവൻ ഓരോ പല 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 രീതിയിലുള്ള ഇഷ്യൂസാണ്, ഫുൾ ഓഫ് ഇഷ്യൂസ്. പൗലോസിന് അവരുടെ അടുക്ക ചെല്ലണം. പക്ഷെ അവിടെ ഉള്ള ചിലർ പറയുന്നത്, he is not going to come, he will just say all that from far. When he comes to us, he is very meek, he is very weak, and after all I don't think he will come എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് 4:19 പറയുക, but I will come to you very soon. Don't expect that I am not coming. I am your father. I will come with a rod എന്നാ പറയുന്നത് verse 21. I will come to you very soon if the Lord is willing, and then I will find out not only how these arrogant people, are arrogant people? Those who don't lack any spiritual gifts. Are arrogant people? Those who have accepted Christ as their personal savior. Unbelievers alla.
വിശ്വാസികളായ ആ ഗ്രൂപ്പിനെ കുറച്ചുപേരെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് ദീസ് arrogant people, ചീർത്തിരിക്കുന്നവർ എന്ന ഒരു പദം. എന്നിട്ട് പറയാണ് അതിനോട് ചേർന്ന്, arrogant people are talking, they have claims. These arrogant, boastful believers in Corinth are talking. Paul is saying, I will come and see what power they have. They are claiming a lot of things, but Paul is interested to see what? Power. He wants to see power. Adutha vaka, kingdom is not a matter of talking. It is a matter of power എന്ന് പറയുന്നത്. അപ്പോൾ ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 5:2 അതേ ചീർത്തിരിക്കുന്നു എന്നുള്ള പദം കാണാം. ചാപ്റ്റർ 5 വേഴ്സ് 1. 8:1 ഒന്ന് തിരിച്ചാൽ കാണാം. 8:1 Now about food sacrificed to idols, we know that we all possess knowledge, but knowledge എന്തോ അടുത്ത വാക്ക്, knowledge puffs up. അറിവ് ചീർപ്പിക്കുന്നു. If we are not careful, all of us seated here, Christian life is not over just because we dipped ourselves in waters of baptism. It's not over because we speak 2 words in other tongues. It's a lifelong journey where we have to be extremely careful not to fall into this group of being arrogant, very arrogant, boastful, having lot of claims about our spiritual standing with the Lord. അതാണ് ഇവിടുത്തെ പ്രധാന കാര്യമായി പൗലോസ് പറയുന്നത്. ഇത് ശ്രദ്ധിക്കുമ്പോൾ ഈ കൊരിന്ത്യൻ ആ ക്രിസ്ത്യൻസ് ഫ്രം കൊരിന്ത് 10-ാം അധ്യായം 12-ാമത്തെ വാക്യം നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് 10-12-ാമത്തെ വാക്യം. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇഫ് യു തിങ്ക് യു ആർ സ്റ്റാൻഡിങ് ഫേം, അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? പിന്നെയും ദി അറഗന്റ്. Not all, there are arrogant, boastful people in the church because they had a different picture about kingdom of God. They thought because we are part of the kingdom, this is okay, this is normal. നിങ്ങളിൽ എത്ര പേര് കേട്ടിട്ടുണ്ട് രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്? എത്ര പേര് കേട്ടിട്ടുണ്ട് നമ്മൾ രാജാവിൻ്റെ മക്കളാണ്, സോ വി ഹാവ് ടു ഡ്രസ് ലൈക്ക് ദാറ്റ്, വി ഹാവ് ടു സ്പീക്ക് ലൈക്ക് ദാറ്റ്, വി ഷുഡ് നോട്ട് ഫീൽ വെരി ഇൻഫീരിയർ ടോക്കിംഗ് ഇൻ എ സട്ടിൽ, വി ആർ സപ്പോസ് ടു ബി ചിൽഡ്രൻ ഓഫ് കിങ്സ്, ബെറ്റർ ബിഹേവ് ലൈക്ക് ദാറ്റ്. കേട്ടിട്ടില്ലേ? ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്തോ തോന്നുന്നത്? വി ഫീൽ ബൂസ്റ്റഡ് അപ്പ്. രാജാവിനെ കർത്താവിനെ സേവിക്കുന്ന ഞാൻ. ദാറ്റ്സ് എ പിക്ചർ ഓഫ് ദ കിങ്ഡം എമേർജിങ് അല്ലേ? ഇതുപോലെ അതിനെക്കുറിച്ച് ഞാൻ പറയാം, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ആസ് വി ഗോ എലോങ് ലെറ്റ് വേർഡ് ഡിസേൺ അസ് അല്ലേ? ഞാൻ എന്തായാലും പറയാതെ ലെറ്റ് ദ വേർഡ് സ്പീക്ക് ടു അസ് ടുഡേ. അതാണോ ഒരു ക്രിസ്ത്യന്, ഒരു ബിലീവറിന് കിങ്ഡത്തെക്കുറിച്ചുള്ള ഐഡിയ അങ്ങനെയാണോ രൂപപ്പെടേണ്ടതെന്ന്? ഞാൻ രാജാവിൻ്റെ മകനായതുകൊണ്ട് ഐ എം ഡ്രൈവിംഗ് ദിസ്, ഐ എം ലിവിങ് ഹിയർ, എന്തോ ഞാൻ പ്രാർത്ഥിച്ചാലോ സാധിക്കുന്നു, ഐ എം ദ ചൈൽഡ് ഓഫ് കിങ്. ആ ഒരു വേൾഡ് വ്യൂ ഇവിടെ പറയുന്നത് കിങ്ഡത്തിൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആ ഇവരെ എന്തോ ആക്കിയത്? അരഗൻ്റ് ആക്കിയത്. It was because of a misunderstanding of the nature of kingdom that led them to a very puffed up, boastful, arrogant mindset. So much so that they are even taking on Apostle Paul. പൗലോസിൻ്റെ ശുശ്രൂഷയിലൂടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന ആൾക്കാരായി സഭയിലുള്ളത്. ഇന്നലെ വന്നവർ പറയണം ആദ്യത്തെ ആ കോൺവേർട്സിൻ്റെ പേരുകൾ എന്താണ്? കൊരിന്ത് സഭയിലെ ആദ്യത്തെ കോൺവേർട്സ് ആയിട്ട് വന്നവർ അപ്പോസ്തലപ്രവൃത്തി 18 കണ്ട പേരുകൾ എന്തൊക്കെയാണ്? സിനഗോഗ് ലീഡറായ ക്രിസ്പസും സോസ്തനസും എല്ലാം ദൈവവചനത്തിൻ്റെ ശക്തിയാൽ പിടിക്കപ്പെട്ട് അപ്പോസ്തലന്റെ ശുശ്രൂഷയിൽ വന്നതാണ്. ഇന്ന് നമ്മൾ കാണുന്ന പോലെ വേറെ ഏതെങ്കിലും ചർച്ച് പൊട്ടിച്ച് അങ്ങനെ വന്നതല്ല. They are all Paul's children. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് I am your father. പൗലോസിൻ്റെ ശുശ്രൂഷയിൽ മുമ്പോട്ട് വന്നുവെങ്കിലും കിങ്ഡത്തിൻ്റെ പിക്ചർ കറക്റ്റ് അല്ലായിരുന്നെങ്കിൽ
ജോ തോമസോ ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മളോ, ഇഫ് വി ആർ നോട്ട് കെയർഫുൾ, എന്തോ വലിയ അബദ്ധം നമുക്ക് ഉണ്ടാകുമെന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോസ്തലനായ പൗലോസാണ് മുമ്പിൽ നിന്ന് അവരോട് ബൈബിൾ പറഞ്ഞു കൊടുത്തത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രസംഗം കേട്ടു. എന്ന് പറഞ്ഞാൽ അണുവിട വിടാതെ വിശുദ്ധമായ നേർവഴിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ കേട്ടിട്ട് ദേ ബിക്കെയിം അരഗന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ, if we are not spending time in the word of God at the feet of Jesus with the spirit of humility, asking him, Lord, keep me on track, otherwise I may become like this എന്ന് പറയുന്നില്ല എങ്കിൽ എന്തോ ഒരു അപകടത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ച്, ആ അരഗന്റ് നേച്ചർ എന്നുള്ളത് ദാറ്റ് ഈസ് എ ഫാക്ട്. അത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. ഇന്നലെ വന്നവർ, ഐ ആം ക്യൂരിയസ് അഗെയിൻ, ഈ 4:19-20 മുമ്പ് അരഗന്റ് എന്നുള്ള പദം എവിടൊക്കെ നിങ്ങൾ കണ്ടു? ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ടുള്ളത് 5:1 ഇപ്പോൾ കണ്ടു, 8:1 പറഞ്ഞു, 10:12 പറഞ്ഞു. ഇതിൻ്റെ മുമ്പിൽ ബോസ്റ്റ്ഫുൾ, അരഗന്റ് എന്നുള്ള പദം എവിടൊക്കെ നമ്മൾ കണ്ടു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവരെന്തിനെ ചൊല്ലിയായിരുന്നു അരഗന്റായി മാറിയത്? 4-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ തന്നെ പ്രധാന വാക്യമായിട്ട് ഞാൻ പറഞ്ഞത് 3:21 വാക്യമാണ്. സോ ദെൻ നോ മോർ ബോസ്റ്റിംഗ് അബൌട്ട് ഹ്യൂമൻ ലീഡേഴ്സ്. കണ്ടോ? 1-ാം അധ്യായം 12 നമ്മൾ കണ്ടായിരുന്നു. നിങ്ങളിൽ ഒരാൾ അപ്പൊല്ലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം. അതെല്ലാം ഈ അരഗന്റ് നേച്ചറിൻ്റെ ഭാഗമാണ്. അവരെല്ലാം ബ്രാഗ് ചെയ്യുകയാണ്, ഐ ബിലോങ് ടു ദിസ് സ്കൂൾ ആൻഡ് വി ആർ ഡൂയിങ് വെരി വെൽ, വി ആർ ഗ്രേറ്റ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അരഗന്റ് നേച്ചർ. ഈ വാക്യത്തിന് മുമ്പും അത് കാണാം, ഇത് കഴിഞ്ഞിട്ടും അത് കാണാം. ഒരു രീതിയിൽ പറഞ്ഞാൽ ഇതൊരു താക്കോൽ വാക്യമാണ് കൊരിന്ത്യർ ലേഖനം മനസ്സിലാക്കാൻ. പീപ്പിൾ ബിക്കേം വെരി അരഗന്റ്. ഇപ്പോൾ ഇനി എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ വേണ്ടിയത് ആ ടോക്ക് എന്നുള്ള പദം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അത് വളരെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് മലയാള പരിഭാഷ മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഒരു വലിയ അപകടമാണ് 4:19-20 കാത്തിരിക്കുന്നത്. 4:19 പറയുന്നത് ദൈവരാജ്യം. മലയാള പരിഭാഷയിൽ എന്താ 4:19 പറയുന്നത്? ദൈവരാജ്യം. 4:19 വചനം നല്ലല്ലോ പറയുന്നത്, വാക്കിലല്ല. പക്ഷേ 20 അതേ മൂലപദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്? വചനത്തിലല്ല. ദൈവരാജ്യം വാക്കിലല്ല എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതിന് പകരം അവിടെ ചെയ്തിരിക്കുന്നത് വചനത്തിലല്ല എന്നാണ്. അപ്പം അങ്ങനെ ഒരു അപകടം നമ്മൾ അറിയാതെ പറഞ്ഞു പോവും. വേർഡ് ഓഫ് ഗോഡിലല്ല എന്ന് പറഞ്ഞു പോവും. നമ്മൾ ഇന്ന് ചിലപ്പോൾ കാണുന്നത് പോലെ വചന ശുശ്രൂഷ, ഇങ്ങനെയുള്ള ബൈബിൾ സ്റ്റഡി ഒന്നും അല്ല വേണ്ടിയത്. പിന്നെ എന്തോ വേണ്ടിയത്? പവറാണ് വേണ്ടിയത്. പവർ. കുറച്ചുകൂടെ പാട്ട് പാടാം, കുറച്ചുകൂടെ കൈയടിക്കാം, ലെറ്റ്സ് ഹാവ് പവർ. These are appeal from ignorant people who are misleading further. ചർച്ച ഓൾറെഡി കൺഫ്യൂസ്ഡ് ആയി, പിന്നെയും അതിനെ പുഷ് ചെയ്ത് ഗ്രേറ്റർ ഡാർക്ക്നെസ്സിലേക്ക് വിടുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഈ ടോക്ക് എന്നുള്ള പദം, ആർ യു റെഡി ടു എക്സ്പ്ലോർ ദാറ്റ് വേർഡ് ടോക്ക്? പൗലോസ് 1-ാം അധ്യായം മുതൽ അത് മനസ്സിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. ഏത്? ടോക്ക്. ഈ ടോക്കാണ് പ്രശ്നം. Arrogant people, they are not just sitting quiet, they are talking. And പൗലോസ് പറയുന്നത്, I want to know the power. നിങ്ങൾ ഏത് ശക്തിയിലാണ് ഈ സംസാരിക്കുന്നത്? എന്താ ഈ ടോക്ക്? ഈ ടോക്ക് എന്നുള്ള അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം ആദ്യമായി കാണുന്നത് 1:17 വാക്യത്തിലാണ്. Chapter 1:17. അതാ ഞാൻ പറഞ്ഞത് 4:19 and 20 is like a conclusion. 1:17 പറയുന്നത് ഇങ്ങനെയാണ്: For Christ did not send me to baptize, but to preach the gospel, and not with. അവിടാണ് ആദ്യമായിട്ട് ആ വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നത്. Not with words of eloquent wisdom. Not with words. ആ വേർഡ്സിൻ്റെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം not with logos. ഇതേ പദമാണ് 4:19 arrogant people are talking. Here ഇവിടെ 1:17 പൗലോസ് പറയുക, എൻ്റെ ടോക്ക് എങ്ങനെ ആവരുത്? എലക്വന്റ് വിസ്ഡത്തിലാകാതെ പിന്നെ എങ്ങനെ ആകണം എൻ്റെ ടോക്ക്?
വാക്ചാതുര്യത്തോടെ അല്ലാതെ വാക്ചാതുര്യത്തിലായാൽ എന്തോ പറ്റും? ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമായി പോവും. ഇംഗ്ലീഷ് ബൈബിളിൽ ഒരു ഭാഷ കൂടെ ഞാൻ വായിക്കുന്നു, 1:17. Not with words of eloquent wisdom, lest the cross of Christ be emptied of its power. I don't want to rush. There is something here. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം. പൗലോസിന്റെ മനസ്സിൽ 2 കാര്യമാണുള്ളത്. ഒന്ന് ടോക്ക്, മറ്റ് സൈഡിൽ നിൽക്കുന്നത് എന്തുവാ? ഡീഡല്ല. സാധാരണ നമ്മൾ ടോക്ക് വേഴ്സസ് ഡീഡാ പറയുന്നത്. ചുമ്മാ സംസാരിക്കാണ്ട് എന്തെങ്കിലും കാണണം നമുക്ക്. ടോക്ക് വേഴ്സസ് ഡീഡല്ല ഇത്. പൗലോസ് പറയുന്നത് ദിസ് ഇസ് ടോക്ക്, ദിസ് ഇസ് ഓൾസോ ടോക്ക്. ഈ ടോക്ക് എങ്ങനെ? ആദ്യം പറയുന്ന ടോക്ക് ഹ്യൂമൻ വിസ്ഡത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയാണോ അവിടെ എഴുതിയിരിക്കുന്നത് 1:17? ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. സ്നാനം കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിപ്പാനത്തെ ക്രിസ്തുവിനെ അയച്ചത്. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലാതാനും. വാക്ചാതുര്യം എന്ന് പറയുമ്പോൾ പ്രാസമൊപ്പിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം, അതിനെക്കാട്ടിൽ ആഴമുണ്ട് അതിന്. അതുകൊണ്ട് ഇംഗ്ലീഷ് പദം വായിക്കുമ്പം എലക്വൻറ്റ് വിസ്ഡം എന്ന് പറയുന്നതിൻ്റെ പിമ്പിലിരിക്കുന്നത് അന്നത്തെ ആ കൾച്ചറൽ ഫിലോസഫിക്കൽ സോഫിയ, വിസ്ഡം, എ വേ ഓഫ് ലൈഫ് ഡിഫൈൻഡ് ബൈ കൾച്ചർ ആൻഡ് ഫിലോസോഫിക്കൽ സ്കൂൾസ് ഔട്ട്സൈഡ്. പൗലോസ് പറയുന്നത് ഞാൻ നിങ്ങളുടെ അടുക്ക വന്നത് വിസ്ഡത്തിലല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഒന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ഭയങ്കര ഈസി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, അതല്ല അതിൻ്റെ അർത്ഥം. പൗലോസ് പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? പൗലോസ് പറഞ്ഞത് വെളിയിലെ വിസ്ഡം ഉണ്ടല്ലോ, അവർ വന്ന് പറഞ്ഞു തരും. How you can be successful, what are the signs of a blessed man, it is defined in the world. ഞാൻ നിങ്ങളോട് അതല്ല പറഞ്ഞത്. ഞാൻ നിങ്ങളോട് അതാ പറഞ്ഞതെങ്കിൽ എന്തിന് ശക്തിയില്ലാതാവും? ക്രൂശിന് ശക്തിയില്ലാതായി പോവും. ക്രൂശും ഈ വെളിയിലത്തെ വിസ്ഡവും ഒരുമിച്ച് പോകത്തില്ല. You have to choose between one. രണ്ടുകൂടെ ഒരുമിച്ച് പോകത്തില്ല. വെളിയിലെ ആൾക്കാർ കൊരിന്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹൗ യു ക്യാൻ ബി എ വെൽതി ബിസിനസ് മാൻ, 10 signs, 10 ways to be happy. പൗലോസ് പറയുക, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതല്ല. ഞാൻ നിങ്ങളോട് ഈ വിസ്ഡം പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് എന്തോ ഉയർത്താനൊക്കത്തില്ല, ക്രോസ് ഉയർത്താനൊക്കത്തില്ല. ക്രോസും വെളിയിലത്തെ ഈ വിസ്ഡവും ഈ എലക്വൻസും, എലക്വൻസ് എന്ന് പറയുന്ന ഒരു സർക്കാസ്റ്റിക് യൂസേജ് ആ പൗലോസ് പറയുന്നത്. വാട്ട് അപ്പിയേഴ്സ് ടു ബി എലക്വൻ, വാട്ട് അപ്പിയേഴ്സ് ടു ബി വിസ്ഡം, ഐ വാസ് നോട്ട് സെയിങ് ദാറ്റ് ബിക്കോസ് ദെൻ ഐ കാനോട്ട് ലിഫ്റ്റ് ദിസ് ഫൂളിഷ് മെസ്സേജ് ഓഫ് ദ ക്രോസ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് എന്തുവാ? ഫൂളിഷ് മെസ്സേജിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്താൻ വേണ്ടി മറ്റേതൊന്നും ബോറോ ചെയ്തിട്ടില്ല എന്ന് പൗലോസ് പറയുക. ആ ട്രെയിൻ ഓഫ് തോട്ട് പിന്നെ കാണുന്നത് 2:1 പൗലോസിന് ആ ടോക്ക് എന്നുള്ള പദം ഭയങ്കര ഇഷ്ടമാണ്. ടോക്ക് വേഴ്സസ് പവർ. പൗലോസിന്റെ മനസ്സിൽ ടോക്ക് എന്ന് പറഞ്ഞാൽ എംപ്റ്റി സോഫിയ ബോറോഡ് ഫ്രം ദ വേൾഡ്. പവർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്രോസ് ഇൻ ദ പവർ. അത് സംസാരത്തിലും വെളിപ്പെടണം. അത് ജീവിത ശൈലിയെയും മാറ്റുന്ന ക്രൂശിൻ്റെ ശക്തി. 2:1 എന്തോ എഴുതിയിരിക്കുന്നത്? ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്ക വന്നപ്പോൾ, അടുത്ത വാക്ക്, നിങ്ങളുടെ അടുക്ക വന്നപ്പോൾ, മലയാളം പരിഭാഷ ഉള്ളവരെല്ലാം അടുത്ത വാക്കൊന്ന് പറഞ്ഞു. മലയാളം പരിഭാഷ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? വേണ്ട ആ വാക്ക് വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ ഇത് വെച്ചാൽ ആൾക്കാർ പറയുന്നത് പൗലോസ് വചനമൊന്നുമല്ല പറഞ്ഞു, പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു 24 മണിക്കൂർ വന്ന്. പക്ഷെ ഇവിടെ എന്തോന്നറിയാമോ? പിന്നെയും 2:1 വാക്ക് എന്തോന്നറിയാമോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഇറ്റ്സ് നോട്ട് വേർഡ് ഓഫ് ഗോഡ്. ഞാൻ നിങ്ങളുടെ അടുക്ക വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ എക്സ്പോസിഷൻ അല്ലായിരുന്നു എന്നല്ല പറയുന്നേ. ഞാൻ നിങ്ങളുടെ അടുക്ക വന്നപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ എന്താ പറയുന്നത്? ഐ ഡിഡ് നോട്ട് കം വിത്ത് എലക്വൻസ് ഓർ ഹ്യൂമൻ വിസ്ഡം. വചനമെന്നത്, ഇത് ഞാൻ പിന്നെയും പറയുന്നു, മലയാളം ബൈബിളിൽ എല്ലാം മെസ്ഡപ്പായി പോയി.
ഇതെല്ലായിടവും ഒരു വാക്ക മൂലപദത്തിൽ. ചിലയിടങ്ങളിൽ വാക്കെന്ന് കാണും, ചിലയിടങ്ങളിൽ വചനം എന്ന് കാണും മലയാളത്തിൽ. ഇതാണ് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വചനം എന്ന് പറയുന്നത് ഇത് വേണ്ട, ഇതല്ല, ശക്തിയാ എന്ന് പറയുന്ന പരിഭാഷയിൽ വന്ന പ്രശ്നമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1:17 വെളിയിലത്തെ വിസ്റ്റമല്ല ഞാൻ പറയുന്നത്, ഞാൻ പവർ, ക്രൂശിൻ്റെ ശക്തി എന്ന് പറയുന്ന അതേ കാര്യം ഇവിടെ പറയുന്നത് 2:1. സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്ക വന്നപ്പോൾ വചനത്തിൻ്റെയോ എന്ന് പറഞ്ഞ വാക്കിൻ്റെയോ, വെളിയിലത്തെ വാക്കിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 2:1 ഞാൻ വെളിയിലത്തെ വിസ്റ്റം അല്ല പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴേ ഓൾറെഡി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം പിന്നെ എന്തോ ആയിരിക്കും. 1:17 വാക്കിനെ എന്തിനോടാ കോൺട്രാസ്റ്റ് ചെയ്തത്? ക്രൂസിൻ്റെ ശക്തിയോടാ. 2:5 വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ എന്ന് പറഞ്ഞാൽ മൈ മെസ്സേജ് വാസ് നോട്ട് ലൈക്ക് അതേഴ്സ്. Having that appearance of wisdom, how you can be a blessed man, how you can thrive. I was not speaking all that. My talk was not like the world. പിന്നെ എന്തോ ആയിരുന്നു? 2:5 പറയുന്നത് ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്ര ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നലെ ചിന്തിച്ചില്ലേ, സിനഗോഗിൽ നിന്ന് ദൈവവചനം സംസാരിച്ചപ്പോൾ സോസ്തനസും ക്രിസ്പസും രക്ഷിക്കപ്പെട്ടത് എങ്ങും കേൾക്കാത്ത നല്ല വിസ്ഡമാണല്ലോ എന്ന് പറഞ്ഞല്ല. ഈ പറഞ്ഞ കാര്യം വിസ്ഡമാണെന്ന് തോന്നണമെങ്കിൽ ആത്മാവുള്ളി പ്രവർത്തിച്ചാൽ മാത്രമേ അത് വിസ്ഡമാണെന്ന് തോന്നത്തുള്ളൂ. പൗലോസ് ഉയർത്തിയത് ക്രൂശിതനായ യേശുവിനെയാണ്. അന്നത്തെ കാലത്ത് ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു ജൂയിഷ് പീപ്പിൾ, ഇറ്റ് ഈസ് ഫൂളിഷ്നെസ് ടു ജെൻറ്റൈൽസ്. സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഫോർ ജൂയിഷ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവരുടെ ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത് മരത്തേൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ. ഗ്രീക്ക് ആൾക്കാർ പഠിച്ചു വച്ചിരിക്കുന്നത് ക്രോസ് ഈസ് റിസർവ്ഡ് ഫോർ ദ വേഴ്സ് ക്രിമിനൽ. ഇന്ന് ഇവിടെ വന്ന് പൗലോസായിരുന്നു ഇവിടെ പ്രസംഗിക്കുന്നെങ്കിൽ പൗലോസിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള യേശു, ഹി ഈസ് റാഡിക്കലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഈസ് പ്രൊക്ലെയിംഡ് ഔട്ട്സൈഡ്. ഹി ഈസ് ലിഫ്റ്റിംഗ് എ ക്രൂസിഫൈഡ് മൈൻഡ്, സേയിങ് ദിസ് ഈസ് പവർ, ദിസ് ഈസ് വിസ്ഡം, ദിസ് ഈസ് വെയർ ഗോഡ് ഹാസ് ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് ലവ്. നൗ വിൽ യു എംബ്രേസ് ദിസ് ക്രോസ്? അതാ പൗലോസ് പറഞ്ഞത്, മൈ മെസ്സേജസ് ഇറ്റ് വാസ് നോട്ട് ഹാവിംഗ് ദി അപ്പീൽ ഓഫ് ദ വേൾഡ്, ഇറ്റ് വാസ് ജസ്റ്റ് ലിഫ്റ്റിംഗ് ക്രോസ്, ദ മെസ്സേജ് ദാറ്റ് പീപ്പിൾ വിൽ നോട്ട് യൂഷ്വലി സൈൻ അപ്പ് ഫോർ, ബട്ട് ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പീപ്പിൾ അക്സെപ്റ്റഡ് ദ മെസ്സേജ്. അത് പ്രദർശനത്താൽ അത്രേ എന്ന് പറഞ്ഞാൽ അത് രൂപാന്തരപ്പെടുത്തി ഹൃദയത്തെ മാറ്റി ആൾക്കാരെ കൊണ്ടുവന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ സൈനപ്പ് ചെയ്ത സുവിശേഷം ലോകക്കാർ കേൾക്കുമ്പം ഭോഷത്വം തോന്നുന്ന ഒന്നാണോ, അതോ ലോകക്കാരുടെ മുമ്പിൽ തന്നെ നല്ല നല്ല ഒരു അപ്പീലിംഗ് സുവിശേഷത്തിനാണോ നമ്മൾ സൈനപ്പ് ചെയ്തത്? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഗോസ്പൽ പ്രൊക്ലമേഷൻ, നമ്മുടെ വേദിയിലൊക്കെ നടക്കുന്ന ഗോസ്പൽ പ്രൊക്ലമേഷൻസ് ലോക മനുഷ്യൻ പോകുന്ന സമയത്ത് അത് കേട്ടാ ഇങ്ങനെ ആരാടെ ജീവിക്കുന്നത്, എന്തിനെക്കുറിച്ച് ഈ പറയുന്നത്, ആരാ ഇതിനകത്ത് പോകുന്നത്, അങ്ങനെയാണോ ചിന്തിക്കാൻ പോകുന്നത്? അതോ എനിക്കൊന്ന് കയറിയാൽ കൊള്ളായിരുന്നു, ഇത് കൊള്ളാമല്ലോ, എങ്ങനെയാണ് നമ്മുടെ ഗോസ്പൽ പ്രൊക്ലമേഷൻ? എൻ്റെ ഒരു ചിന്തയിൽ നമ്മുടെ ടോക്കുകൾ ക്രൂശിൻ്റെ ശക്തിയല്ല പലപ്പോഴും വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ടോക്കുകൾ ഇറ്റ്സ് റിഫ്ലക്റ്റിംഗ് വേൾഡ്സ് വിസ്ഡം റൈറ്റ് ഇൻ ഫ്രം ദ പുൾപിറ്റ്. അതുകൊണ്ടാണ് കൺവെൻഷനും ഫാസ്റ്റിംഗ് പ്രേയറിനും എല്ലാം നമ്മൾ കൺവെൻഷനൊക്കെ ആണെങ്കിലും ചോദിക്കുന്നതും പറയുന്നത് ഇത് എൻ്റെ ജീവിതം തകരാനിരുന്നൊരു വ്യക്തിയാണ് ഞാൻ മദ്യപിച്ച് അല്ലെങ്കിൽ കടം കയറിയിരുന്നൊരു വ്യക്തിയാണ് യേശു എന്നെ ഇത്രയും കൊണ്ടുവന്നു, ഈ സുവിശേഷം എത്ര പേർക്ക് വേണം? ആൾക്കാർ കൈപൊക്കോ ഇല്ലയോ? നിങ്ങളാരും ഒന്നും പറയുന്നില്ല. കടം മാറ്റുന്ന യേശു, രോഗം മാറ്റിയ യേശു, വീട് വിൽക്കാൻ വെച്ചതാ, വീട് വിറ്റു, പക്ഷെ ഇപ്പം 3 വീട് എനിക്ക് കിട്ടി. ഈ സുവിശേഷം ആൾക്കാർ വിശ്വസിക്കുകയോ ഇല്ലയോ? അത് നല്ല അപ്പീലിംഗ് സുവിശേഷമാണ്.
നമ്മൾ എവിടെങ്കിലും വേദിയിൽ കേട്ടിട്ടുണ്ടോ ക്രൂശിനെ ഉയർത്തി? ഇത് നഷ്ടക്കച്ചവടമാണ്. രണ്ട് ചിന്തിച്ചിട്ടേ വരാവൂ. മുങ്ങിപ്പൊങ്ങിയ നഷ്ടം വരും, കഷ്ടം വരും, നിന്ന വരും, പീഡ വരും. കേട്ടിട്ടുണ്ടോ? സാധ്യത കുറവാണ്. കാരണം നമ്മുടെ ആ 4-fold ഗോസ്പൽ എന്ന് പറയുന്ന യേശു പാപികളെ, അത് വേണം എല്ലാവരും, രോഗികളെ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവിനെ യേശു രാജാവായി, ഇതൊന്നും എനിക്കെല്ലാം നല്ലതാണ്. എൻ്റെ പാപത്തെ പോക്കി ഹല്ലേലൂയ, എൻ്റെ രോഗത്തെ മാറ്റി ഹല്ലേലൂയ, ആത്മാവിനെ തന്നു, 2 വാക്കും പറഞ്ഞു ഹല്ലേലൂയ, ഇനി രാജാവായി വരുന്നു, ഇന്നേ രാജാവായിട്ട് ജീവിക്കാം. ഈ സുവിശേഷം എല്ലാവർക്കും വേണ്ടി സുവിശേഷമാണ്. പിന്നെ ആൾക്കാർ സ്റ്റെപ്പ് എടുക്കാത്തത് പലപ്പോഴും എങ്ങനെ ഈ പറയുന്ന ഓർത്തഡോക്സും കത്തോലിക്കായും അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ഇത് വിട്ടിട്ട് ഈ പറയുന്ന പെന്തക്കോസ്റ്റൽ ഇതിലേക്ക് പോകുന്നത് അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടാണ്. അത് കാരണം ഇത് അപ്പീലിംഗ് ആണ്, ഭയങ്കര അപ്പീലിംഗ് ആണ്. പക്ഷേ പൗലോസിനെ സംബന്ധിച്ച് ബേസിക് പ്രിമൈസാണ് പറയുന്നത്. മൈ ഗോസ്പൽ വാസ് നോട്ട് അപ്പീലിംഗ്. നിങ്ങളുടെ ഹൃദയം തുറന്നത് കേട്ട സന്ദേശത്തിൻ്റെ മനോഹാരിതയിലല്ല, നിങ്ങളുടെ ഹൃദയം തുറന്നത് പവർ കൊണ്ടാണ്. പവർ ഇല്ലാത്തൊരു വ്യക്തി യേശുവിൻ്റെ ഗോസ്പൽ നോക്കി എന്തോ പറയും? ഫൂളിഷ്നെസ്. ദിസ് ഈസ് ഫൂളിഷ്നെസ്. ഐ ആം നോട്ട് ഗോയിങ് ടു സൈൻ അപ്പ് ഫോർ ദിസ്. അപ്പോൾ കൊരിന്ത് ആൾക്കാർ എന്തുവാ വിശ്വസിച്ചത്? ലോകപ്രകാരം ഭോഷത്വമായൊരു സന്ദേശത്തെ അവരെന്തോ പറഞ്ഞു? ഐ ആം സൈനിങ് അപ്പ്, ദിസ് ഇസ് വിസ്ഡം. അവരുടെ നെയ്ബേഴ്സ് എന്തോ പറഞ്ഞു കാണും, എന്തുവാ ഇത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പൈസ ഉണ്ടാക്കണം, എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം. വെളിയിലുണ്ട്, ശപിക്കപ്പെട്ടവൻ്റെ പുറകെയാണോ പോകുന്നത്? വെളിയിൽ അനുഗ്രഹത്തിൻ്റെ ഡെഫിനേഷൻ ഉള്ളത്. ശാപമായ ക്രിസ്തുവിൻ്റെ പുറകെ പോയി ക്രിസ്തു പറയുന്നത് എന്താ? ബാ എന്നെ പോലെ ആയിക്കോളാം, ഫോളോ മീ. ശപിക്കപ്പെട്ടവരെന്ന് മനുഷ്യർ കാണുന്ന യേശു ക്രിസ്തുവിനെ യേശു തിരിഞ്ഞു എന്ന് പറയുന്നത് എൻ്റെ കൂടെ വന്നാൽ ഇതുപോലെ ക്രൂശ് എടുത്തോണ്ട് പോരാൻ. ഇത് അപ്പീലിംഗ് ആണോ? ഇതിൻ്റെ പ്രശ്നം നമ്മൾ ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. നമ്മൾ റോക്കറ്റ് സയൻസ് അല്ല പറയുന്നത്. പക്ഷേ ഈ ഫണ്ടമെൻ്റൽ കാര്യത്തിൽ 10-ൽ 8 പേർക്കും ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് സത്യം. 2-ാമത്തെ അധ്യായം ഫോർ എക്സാമ്പിൾ 2:9-10 വാക്യത്തിൽ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്യം നമ്മുടെ ഇടയിൽ വളരെ ഒരു ഫേവറേറ്റ് വാക്കാണ് പലർക്കും. പൗലോസ് ക്രോസിനെ കുറിച്ചും യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും യേശുവിനെ പിതാവിങ്ങോട്ട് ഏൽപ്പിച്ചു തന്നതിനെക്കുറിച്ചും പറയുന്നതിൻ്റെ വാക്യമാണ് വാട്ട് നോ ഐ ഹാസ് സീൻ. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത, വാട്ട് നോ ഹ്യൂമൻ മൈൻഡ് ഹാസ് കൺസീവ്ഡ്, ദ തിങ്സ് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ ദോസ് ഹു ലവ് ഹിം, ദീസ് ആർ ദ തിങ്സ് ഗോഡ് ഹാസ് റിവീൽഡ് ടു അസ് ബൈ ഹിസ് സ്പിരിറ്റ്. ശക്തിയാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. കണ്ണിന് നെയ്ക്കഡ് ഐക്ക് അത് മനസ്സിലാകുമോ? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്തതെന്ന് പറഞ്ഞാൽ ലോക മനുഷ്യൻ്റെ ചെവിയിൽ ഈ പവറായിട്ട് തോന്നത്തില്ല. ഇത് ഫൂളിഷ്നെസ് ആയിട്ടേ തോന്നത്തുള്ളൂ. മനുഷ്യർ കണ്ടിട്ടില്ലാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നമ്മൾ ഈ വാക്യം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു വീടോ അല്ലെ ഒരു കല്യാണ ആലോചനയോ, ആദ്യത്തെ കല്യാണാലോചന നടന്നില്ല, 2-ാമത്തെ കല്യാണാലോചന MBBS മാത്രമായിരുന്നു ആദ്യത്തെ, 2-ാമത്തെ MD ഉണ്ട്. അപ്പോൾ അന്നത്തെ ഞായറാഴ്ചത്തെ സാക്ഷ്യമാണ് കർത്താവ് ഒരുക്കുന്നത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അതങ്ങ് പോയതും കാര്യമായി. കാരണം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വാട്ട് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ മീ. ഇതെല്ലാം മിയോളജിയാണ്, ഇത് സ്ക്രിപ്ചർ അല്ല. ഇത് വെളിയിലത്തെ വിസ്ഡമാണ്, അകത്തെ വിസ്ഡം അല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ക്രൂശിനെ കുറിച്ചാണ്.
ആർക്കും മനസ്സിലാകാത്ത, ഒരു കണ്ണിനും അപ്പീലിംഗ് ആയിട്ട് തോന്നാത്ത, ഒരു ചെവിയിലും വന്ന് ആകർഷകമായി പതിയാത്ത ഈ സുവിശേഷം ആത്മാവിനാൽ അതിൻ്റെ ശക്തിയാൽ നമുക്ക് മനസ്സിലാക്കി തന്നല്ലോ എന്ന് പൗലോസ് പറയുമ്പോൾ പറയുക, arrogant people are talking, their talk is like the world. Their talk is not revealing power, which is equal to foolishness of the cross. ഈ 1-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ ഒരുപാട് സമയം എടുത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, സമയം അതിവേഗം കടന്നു പോവുകയാണ്. 1-ന്റെ 25-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ആ കാര്യത്തിൻ്റെ നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കണമെങ്കിൽ ഇരുന്ന് ചിന്തിക്കണം, കർത്താവിനോട് ചോദിക്കണം, ഇതെന്തോ ഇവിടെ പറയുന്നു. 1-ന്റെ 25-ൽ for the foolishness of God is wiser than human wisdom and the weakness of God is stronger than human strength. ദൈവത്തെ വിശേഷിപ്പിക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാ? ദൈവത്തോട് നമ്മുടെ ദൃഷ്ടി ചേരാത്ത 2 വാക്കാണ്. ഏതൊക്കെയാ 2 വാക്ക്? foolishness, weakness. Will it go with the king idea? കിങ് എന്ന് പറയുമ്പോൾ എന്തോ വരുന്നത്? ഫൂളിഷ്നെസ് അല്ല, വൈസ്. കിങ് എന്ന് പറയുമ്പോൾ വരുന്നത് സ്ട്രോങ്. പക്ഷെ പൗലോസ് പറയാ, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ക്രോസ് ഉണ്ടല്ലോ, വെളിയിലെ മനുഷ്യൻ നോക്കുമ്പോൾ ക്രോസ് എന്തുവാ? ദിസ് ഇസ് ഫൂളിഷ്നെസ്, ദിസ് ഇസ് വീക്ക്നെസ്. ബൈ ദ വേ, ദിസ് ഇസ് ദ കിങ് you are following. Not a king who has got market if you put cross in the streets of London. They will stamp, they will hurl insults. But you have looked at the cross. ലോക മനുഷ്യർ, വെളിയിലത്തെ വിസ്റ്റം ഉള്ളവർ ക്രോസിനെ നോക്കി എന്തോ പറയുന്നത്? ഇത്രേ ഉള്ളോടെ ഇതിൻ്റെ ദൈവം. He looks very weak. എൻ്റെ ദൈവമേ, he looks very weak. He looks foolish. കാരണം ഇത് ഇവിടെ കൊണ്ട് തീർന്നല്ലോ. പക്ഷേ പൗലോസ് പറയുക, you need power to see something. When power of Holy Spirit is working inside of you, you will look at this cross and say, the foolishness of God is wiser than human wisdom. വെളിയിലത്തെ വിഷ്ടത്തെ കാട്ടി വൈസാണിത്. And the weakness of God is stronger than the strength what you see outside. ഇത് ആർക്കേ പറയാനൊക്കത്തുള്ളൂ? People with Holy Spirit, people with divine wisdom. Arrogant people are boasting like the world എന്ന് പറയുമ്പോൾ they are not influenced by this weakness, they are not influenced by this foolishness, they are echoing like the world. Arrogant people are boasting. പൗലോസ് പറയും, I want to see what power they have, I want to see how they are making sense of this cross. എന്താണ് അതിൻ്റെ അർത്ഥം? എന്നിട്ട് 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുക, അരഗൻ പീപ്പിളിനെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുക, the person with the spirit makes judgments about all things, but such a person is not subject to mere human judgments. ആത്മാവ് മനസ്സിലുള്ള ആള് കറക്റ്റായിട്ട് പറയും ഏതാണ് പവറെന്നും ഏതാണ് ഹ്യൂമൻ വിസ്ഡം എന്നും. That person is not subject to mere human judgments എന്ന് പറഞ്ഞാൽ ലോക മനുഷ്യൻ അവൻ്റെ വിസ്ഡത്തെ ഒരിക്കലും പിടികിട്ടത്തില്ല. He is making correct judgments. He is looking at the cross and say, for me this is not foolishness, this is wisdom, this is strength. സാധാരണ ആൾ നോക്കുമ്പം അവന് പിടികിട്ടത്തില്ല, ഇവൻ്റെ ബുദ്ധി അവന് പിടികിട്ടത്തില്ല. കാരണം അവൻ്റെ ബുദ്ധിയും ഇവൻ്റെ ബുദ്ധിയും തമ്മിൽ രണ്ട് ധ്രുവമാണെന്ന്. അങ്ങനെയാണോ ലോക മനുഷ്യന് നമ്മളെ ബുദ്ധിയെ തോന്നുന്നത്? പെന്തിക്കോസി വന്ന നമ്മുടെ ജീവിത ശൈലി കാണുമ്പോൾ ലോക മനുഷ്യന് തോന്നുന്നത്, ഇവരെന്തോയി ജീവിക്കുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ പുള്ളി എന്തോയി ജീവിക്കുന്നത്. Are people able to see that our wisdom, our power is different, or we are talking like the world?
ടോക്കിംഗ് ലൈക്ക് ദ വേൾഡിനെ പൗലോസ് വിളിക്കുന്നത് ദീസ് ആർ അറഗന്റ് പീപ്പിൾ. They are not influenced by the Holy Spirit. They have come to the cross and said this is wisdom, but by their life they are denying the power of the Holy Spirit and the wisdom and strength which is revealed in the cross. ഈ ഒരു കാര്യം പൗലോസ് സ്ഥാപിക്കുന്നത് കേൾക്കണമേ. പൗലോസിനെ സംബന്ധിച്ച് സിസ്റ്റമാറ്റിക്കലി ഹി ഈസ് ടേക്കിംഗ് ദം ഓൺ. ബിക്കോസ് കിങ്ഡത്തെ കുറിച്ചൊരു ഗ്രോസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. ചർച്ചിനകത്തിരിക്കുന്നവരുടെ അകത്തെല്ലാം എന്ത് കിങ്ഡത്തിൻ്റെ ഇൻഫ്ലുവൻസ് വന്നു? വെളിയിലത്തെ വിസ്ഡം, വെളിയിലത്തെ പവർ ഇവരുടെ അകത്തും വന്നു. ഇവരുടെ അകത്ത് ചിന്തിക്കുന്ന അവരെ പോലെ ആകണം, അവരുടെ നടുവിൽ എനിക്ക് വലുതാകണം, എന്നിട്ട് എനിക്ക് എന്തോ പറയണം, ദൈവം എന്നെ മാനിച്ചു. ഇതെല്ലാം എവിടാ? അവരുടെ എക്കണോമിയിൽ അവർ മനസ്സിലാക്കുന്ന ആത്മാവില്ലാത്തവൻ്റെ മുമ്പിലാണ് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഐ ആം ബ്ലെസ്ഡ് ബൈ ഗോഡ്. പക്ഷെ പൗലോസ് പറയുന്നത് ആത്മാവില്ലാത്തവൻ ഒരിക്കലും മനസ്സിലാകത്തില്ല നിൻ്റെ ഉള്ളിലെ നന്മ. അവൻ നിന്നെ നോക്കി ഫൂളിഷ്നെസ് എന്ന് പറയും, ക്രോസിനെ നോക്കി പറഞ്ഞ പോലെ. ഇതാണ് അടിസ്ഥാന പ്രശ്നം ഇവിടെ. അതിനെ തെളിയിക്കാൻ വേണ്ടി പൗലോസ് 3 കാര്യങ്ങൾ ഈ കൊരിന്ത് ലേഖനം 4, ഞാൻ പറഞ്ഞല്ലോ 19-20 ഒരു കൺക്ലൂഷനാണ്. അതിൻ്റെ മുമ്പിൽ 3 പ്രധാന കാര്യങ്ങൾ ഹി ഈസ് നെയിലിംഗ് ഡൗൺ. അതിനെ വേഗത്തിലൊന്ന് നോക്കുമ്പോഴത്തേന് നമ്മുടെ സമയം ഇന്നത്തെ കഴിയും. 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ടോക്കല്ല ഇത് പവറാ എന്ന് പറയുമ്പോൾ ടോക്ക് ഒരു വശത്തിങ്ങനെ പൗലോസ് ഡിസ്ക്രൈബ് ചെയ്യുന്നു, പവർ വേറൊരു വശത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഫോർ ദ മെസ്സേജ് ഓഫ് ദ ക്രോസ് ഈസ് ഫൂളിഷ്നെസ് ടു ദോസ് ഹു ആർ പെറിഷിംഗ്. ഞാൻ ചോദിക്കട്ടെ, ഫൂളിഷ്നെസ് എന്ന ഒരു വാക്ക് പൗലോസ് ഉപയോഗിച്ചു. മെസ്സേജ് ഓഫ് ദ ക്രോസ് ഈസ് ഫൂളിഷ്നെസ് ടു ദോസ് ഹു ആർ പെറിഷിംഗ്. ഫൂളിഷ്നെസ്സിൻ്റെ ഓപ്പോസിറ്റ് വേർഡായിട്ട് നമ്മുടെ മനസ്സിലുള്ളത് എന്താ? ഫൂളിഷ്നെസ് ഓപ്പോസിറ്റ് വൈസ്, വിസ്ഡം. നോക്കിക്കേ, വൈസ് വിസ്ഡം ആണോ പറയുന്നത്? പൗലോസ് പറയുന്നത് ബട്ട് ടു us who are being saved it is the not wisdom, it's the power of God. ഫൂളിഷ്നെസ്സിൻ്റെ ഓപ്പോസിറ്റാ എന്തുവാ? പവർ. ടോക്ക് എന്തുവാ? അരഗന്റ് പീപ്പിളിൻ്റെ ടോക്ക് അക്കോർഡിംഗ് ടു പോൾ, സ്പിരിച്വൽ മാൻ ഷുഡ് ലുക്ക് അറ്റ് ഇറ്റ് സേ ദിസ് ഇസ് ഫൂളിഷ്നെസ്. പക്ഷേ ശക്തി എന്ന് പറയുന്നത് എന്തുവാ? ഡിവൈൻ വിസ്ഡത്താൽ നിറയുന്നതാണ്. ഡിവൈൻ വിസ്ഡത്തിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന വേർഡാണ് കൊരിന്ത് ലേഖനത്തിൽ പവർ. 2-5 ഇപ്പം സെൻസ് ഉണ്ടാക്കിയോ? ഞാൻ നിങ്ങളുടെ അടുക്ക വന്നപ്പോൾ കേവല വാക്കല്ലായിരുന്നു, ശക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തോ ഉദ്ദേശിച്ചത്? ആ ശക്തി എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ മെസ്സേജ് ഓഫ് ക്രോസ് ഐ വാസ് പ്രൊക്ലെയിമിംഗ്. ഇറ്റ് വാസ് ദ ഫൂളിഷ് മെസ്സേജ് ഇൻ ദ സൈറ്റ് ഓഫ് വേൾഡ് ഐ വാസ് പ്രൊക്ലെയിമിംഗ്. മെസ്സേജ് ഓഫ് ദ ക്രോസ് ഇസ് ഫൂളിഷ്നെസ് ടു ദോസ് ഹു ആർ പെറിഷിംഗ്, ബട്ട് ടു us who believe it is the power of God എന്ന് പറഞ്ഞാൽ എന്നെ രൂപാന്തരപ്പെടുത്തിയോണ്ട് മാത്രമാ ഞാൻ ക്രൂശ് നോക്കി പറഞ്ഞത് ഇത് ശക്തിയാണെന്ന്. ക്രൂശ് വാസ്തവത്തിൽ പലപ്പോഴും ഞാൻ ഈ ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ ഓർക്കും എവിടെ തുടങ്ങണമെന്നറിയത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 30 വർഷവും 3-ാം തലമുറയായവരോട് നമ്മൾ പറയുക എന്തുവാ നിങ്ങൾ വിശ്വസിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ചെന്നാൽ ആ സ്ഥിതിയാണ്. പക്ഷേ എന്തുവാ നിങ്ങൾ വിശ്വസിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ചെന്നാൽ നല്ല ശതമാനത്തിനും വെളിയിലത്തെ വിസ്ഡമാണ് തലയിൽ കയറിയിരിക്കുന്നത്. സുവിശേഷം വിശ്വസിച്ചുകൊണ്ട് എനിക്കെന്തോ വലിയ നേട്ടം വരുമെന്നൊരു ചിന്തയാണ് വന്നിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് മെസ്സേജ് ഓഫ് ദ ക്രോസ് ഈസ് ഫൂളിഷ്നെസ്. നമ്മുടെ നെയ്ബേഴ്സിന് മനസ്സിലാക്കാനൊക്കാത്തത്, നമ്മുടെ കൊളീഗ്സിന് മനസ്സിലാക്കാനൊക്കാത്ത, അവൻ്റെ ഹ്യൂമൻ വിസ്ഡത്തിൽ മനസ്സിലാക്കാനൊക്കാത്ത ഒരു സന്ദേശമാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ അതിനെ വിളിക്കുന്നത് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നിൽ വ്യാപരിച്ചത്. അപ്പോൾ നമ്മൾ വിശ്വസിച്ച സന്ദേശം ടോക്കായിരുന്നോ പവറായിരുന്നോ?
ആ രണ്ട് കാര്യമാണല്ലോ 4:19-20 Kingdom is not a matter of talk, it's a matter of power. Let's talk about it. The message of the kingdom, is it talk or power? It's power. 1:18 വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, മെസ്സേജ് ഓഫ് ദ ക്രോസ് is not just talking, it is power, because it has the power to change your heart to believe something which appears as though it is foolishness, but you look at it and say, oh, this is wisdom, this is power. The weakness of God is more powerful, the foolishness of God is more wiser because of the power. ലോകത്തിന് മനസ്സിലാക്കാൻ ഒക്കാത്തൊരു പവറാണെന്ന്. ഇത് മെസ്സേജ് ഓഫ് ദ ക്രോസ് നമ്മൾ വിശ്വസിച്ചതൊരു റാഡിക്കൽ മെസ്സേജ് ആണെങ്കിൽ ദൈവം ആരെയാ തിരഞ്ഞെടുത്തതെന്നറിയാം ഈ ലോകത്തിൽ? അവിടെയും വന്ന് ഈ രണ്ട് കാര്യം എന്തോ വന്നു, ടോക്കും ഉണ്ട്, പവറും ഉണ്ട്. ടോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സിനോണിം ഫോർ ഹ്യൂമൻ വിസ്ഡം, അരഗൻസ്, ബോസ്റ്റ്ഫുൾ. ദൈവം എങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുത്തേ? 1:26 മുതൽ നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യമാണ്. മെസ്സേജ് ഓഫ് ദ ക്രോസ് ലോക മനുഷ്യൻ പറഞ്ഞതിനെ എന്തോ ആയി നിങ്ങൾ ഈ വിശ്വസിക്കുന്നു? ആരെയാ ദൈവം തിരഞ്ഞെടുത്തത്? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം എങ്ങനെയുള്ളവരെ എടുത്തു? ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം എങ്ങനെയുള്ളവരെ എടുത്തു? ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യാൻ ദൈവം എങ്ങനെയുള്ളവരെ എടുത്തു? കുലഹീനമായതിനെ, നികൃഷ്ടമായതിനെ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ 27 പറയുക, God chose the foolish, God chose the weak. ഇതെല്ലാം ദൈവം ചെയ്യുന്നത് lowly things of the world, despised things and the things that are not, to nullify. ഇതെന്തിനാണ് ദൈവം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 29 വാക്യത്തിൽ so that, നമ്മുടെ ഇഷ്യൂ പറയുവാണ്, so that no one may boast before him. എന്തോ ആ കൊരിന്തിലെ ഇഷ്യൂ? ബോസ്റ്റിംഗ്, ടോക്ക് ലൈക്ക് ദ വേൾഡ്. നിങ്ങൾക്കറിയാമോ, ദൈവം നമ്മളെ ഹാൻഡ് പിക്ക് ചെയ്തവരാ. എന്തിൻ്റെ വെളിച്ചത്തിലാ? വീക്കായവരെ നോക്കി, ഭോഷന്മാരെ നോക്കി. ആരുടെ ദൃഷ്ടിയിൽ ഭോഷന്മാർ? ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഐരു കൂടെ പോയപ്പോൾ ദൈവം നോക്കി, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷൻ ഈ വീടിനെ എടുത്തേക്കാം, ബലമില്ലാത്തത് എടുത്തേക്കാം. കാരണം ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യണം. ലോകപ്രകാരം ജ്ഞാനവും പത്രാസും പ്രൗഢിയും ഉള്ളതിനെ, അല്ലാത്തവരെ എടുക്കും, വളരെ ചുരുക്കം എടുക്കത്തുള്ളൂ. കാരണം പൗലോസ് പറഞ്ഞ ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല. എവിടെ? ചർച്ചിനകത്ത്. ഇന്നും അങ്ങനെ തന്നെയാ. ചർച്ച് നോക്കിയാൽ ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല ഇതിനകത്ത്. ബലവാന്മാർ ചർച്ചിനകത്ത് ഏറെയില്ല. ഇരിക്കുന്നതിൽ ഭൂരിഭാഗം എങ്ങനെയുള്ളവരാ? ഭോഷന്മാർ, ബലഹീനർ, കുലഹീനർ. ഇത് ദൈവത്തിന് എന്തോ കാണിക്കുമായിരുന്നു? ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിസ്ഡം കാണിക്കുക ദൈവം ലോകത്തിന്. ലോകക്കാരന് മനസ്സിലാവോ ഇത്? ലോകക്കാരൻ നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു, രാജാവിൻ്റെ പ്രജയാണോ ഇത്? ഇതേത് രാജാവാണ്? അപ്പോൾ പൗലോസ് പറയാ, ഞങ്ങളുടെ സന്ദേശം അതാ, ക്രൂശിതനായ യേശുവിൽ വിശ്വസിച്ച രക്ഷപ്പെടുവന്നു. അപ്പോൾ അത് എന്തോ ആ യഹൂദന്മാർക്ക് ഇടർച്ചയാ, യവനന്മാർക്ക് ഭോഷത്വമാണ്. വിശ്വസിച്ച സന്ദേശം നേരെ ഡിഫറെൻ്റ്. അത് ശക്തിയുടേതായിരുന്നു. തെരഞ്ഞെടുത്തവരും ആരാ? ശക്തി ഇല്ലെങ്കിൽ ഇവരൊന്നും ഇതിനകത്ത് കയറത്തില്ല. ടോക്കിൻ്റെ ആൾക്കാരല്ല അകത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ മൊമെൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നമ്മളെല്ലാവരെയും ദൈവം തെരഞ്ഞെടുത്തത് ഒരു വലിയ ഉദ്ദേശത്തിലാണ്. തെരഞ്ഞു പിടിച്ചെടുത്തു. ആരെ എടുത്തു? ബലഹീനർ, കുലഹീനർ, ദരിദ്രർ. എന്തിനാ എടുത്തത്?
അവിടെ ഒരു വലിയ പദമുള്ളത്. ജ്ഞാനികളെ, ബലമുള്ളതിനെ, ഉള്ളതിനെ എന്തോ ചെയ്യണം? ഇല്ലായ്മ ചെയ്യാൻ. ഒരു കാര്യമുണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. How is God going to do this? He wants to show us to the world. He wants to break their wisdom, nullify their idea of power through us. How is God going to do this? നമ്മൾ കേട്ടു വന്നൊരു വേദശാസ്ത്രം എന്താണെന്നറിയാം? ജ്ഞാനിയെ ദൈവം ആരാക്കും? അല്ല, ഭോഷനെ ദൈവം എന്തോ ആക്കും? 8ാം ക്ലാസ് വരെ പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു. പെട്ടെന്ന് ഈ സുവിശേഷത്തെ വിശ്വസിച്ചു. ഇപ്പം എന്തോ ആയി? PhD ആയി. അവനപ്പുറത്തെ വല്ലതുകൊണ്ടേ അതായി. വീടൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ പോലെ കുലഹീനനും നികൃഷ്ടനുമായിരുന്നു. പക്ഷേ യേശു വിശ്വസിച്ചു. ഇപ്പം എന്തോ ആയി? ഇപ്പം നമുക്ക് മതിലിൻ്റെ കിളരം കൂട്ടുക. കാരണം ദൈവത്തിന് കാണണേ, ഞാൻ യേശുവിനെ സേവിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ജ്ഞാനികളെ ലജ്ജിപ്പിച്ചു. അന്ന് വലിയ വീടുണ്ടായിരുന്നവരെക്കാട്ടി വലിയ വീട് ഇപ്പം ആരുടെയായി? എൻ്റെ. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാൻ നേരം എല്ലാവരും ഞങ്ങളെ കളിയാക്കിയായിരുന്നു. പക്ഷെ ഇപ്പം അവരെ ലജ്ജിപ്പിപ്പാൻ, എൻ്റെ വണ്ടി പോകുമ്പം അവർ വന്നു, അയ്യോ അന്ന് ഒത്തിരി കഷ്ടപ്പെട്ടവർ, ഇന്ന് ദൈവം ഇവരെ കൊണ്ടുപോയി. ഇതാരുടെ വേദശാസ്ത്രമാ? ഇതായിരുന്നു കൊരിന്തിലെ വേദശാസ്ത്രം. ഒരാമേനും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതായിരുന്നോ കൊരിന്തിലെ വേദശാസ്ത്രം? 4:10 നോക്കിയാൽ മതി. 4:10. 3 ഗ്രൂപ്പ് നമ്മൾ 1:27 കണ്ടു. ആരൊക്കെയാ? ദരിദ്രർ, ഭോഷർ, കുലഹീനർ. ഈ 1:27 ആൾക്കാർ 4:10 ആയപ്പം അവരുടെ ടോക്ക് എന്തുവാ? അവരുടെ ടോക്ക് 4:10, we are fools for Christ. പക്ഷേ വിശ്വാസിയോ? ബട്ട് യു ആർ വൈസ്. ആരായിരുന്നു? 1:27 ആരായിരുന്നു? ഭോഷറായിരുന്നു. ഇപ്പൊ ആരായി? വൈസ്. നോക്കിയിനി അടുത്തത്, we are weak but you are strong. ദൈവം വിളിച്ചപ്പോൾ ആരായിരുന്നു? വീക്ക് ആയിരുന്നു. ഇപ്പൊ ആരായി? യേശു നിമിത്തം ആരായി? ദൈവം വിളിച്ചപ്പം അഡ്രസ് ഇല്ലായിരുന്നു. ഇപ്പൊ ആരായി? you are honored, we are dishonored. നല്ല സാക്ഷ്യമല്ലേ ഇത്? അപ്പോഴാ നമ്മൾ പാടുന്ന, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. കാരണം 1:26-27 ഭോഷനും ബലഹീനനും കുലഹീനനുമായവൻ 4:10 ആയപ്പേന് ശക്തിമാനായി, ജ്ഞാനിയായി, ഓണേഡായി. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ എന്തോ ഇല്ല, പവർ. ഈ ഐഡിയയ്ക്ക് പവർ വേണോ? ഇതേത് ലോക മനുഷ്യരും മനസ്സിലാകുന്ന ജ്ഞാനോ? വെയ് രാജാ വെയ്, 1 വെച്ചാൽ 10 കിട്ടും. ഇത് ലോകത്തിൻ്റെ ജ്ഞാനമാണ്. ഏത് ലോക മനുഷ്യനും അവൻ്റെ നെയ്ക്കഡ് ഐ കൊണ്ട് നമ്മളെ നോക്കി പറയും, അച്ഛാ അച്ഛാ സ്മാർട്ടാ അച്ഛാ, എങ്ങനാച്ചാ ഇത്ര, എങ്ങനാച്ചാ ഭയങ്കരമാച്ചാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനാണോ അത് നമ്മളെ നോക്കി പറയുന്നത്? ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ലോക മനുഷ്യൻ നമ്മളെ ചിലരെ നോക്കി പറയും ഭയങ്കരമായത്, ഭയങ്കരമായത്. വാസ്തവത്തിൽ ദൈവമില്ലാത്ത, ആത്മാവില്ലാത്ത ഒരാൾ യഥാർത്ഥ ഭക്തനെ നോക്കി പറയേണ്ടത് എന്താ? ഇതെന്തോ ജ്ഞാനമായത്, ഇതെന്തോ ശക്തിയായത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ആൾക്ക് എന്തോ ഉണ്ട്, ശക്തിയുണ്ട്, ടോക്കിനെതിരെ പോകാനുള്ള ശക്തി.
ക്രൂശ് വിശ്വസിച്ചവർ കൊരിന്തിലുണ്ടായിരുന്നു, പക്ഷെ അവരുടെ ജീവിതത്തിൽ ക്രൂശില്ല. പിന്നെ എന്തുകൊണ്ട്? ലോകത്തിൻ്റെ വിസ്റ്റ അതുപോലെ അകത്തുണ്ട്. അവരാ പൗലോസിനെ നോക്കി പറഞ്ഞത്, ഞങ്ങളുടെ പാസ്റ്റർ ഇല്ല, പുള്ളിക്ക് പൈസയും ഇല്ല, ആരോഗ്യവും ഇല്ല, ഒന്നുമില്ല. 2 കൊരിന്ത്യരിൽ അവസാനം എഴുതുന്നത് പുള്ളിയുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടോ എന്ന് ഇവർ സംശയിച്ചു. Corinthian people doubted whether Paul is a genuine man of God because he is struggling. Financially he is struggling, health-wise he is struggling. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ എന്തോ ആത്മീയത, ശക്തി. ഏത് ശക്തി? ലോകപ്രകാരമുള്ള ശക്തി. ഏത് ജ്ഞാനം? ലോകത്തിൻ്റെ ജ്ഞാനം. ഏത് അറിവ്? ലോകത്തിൻ്റെ അറിവ്. പൗലോസ് പറയുക, ഞാൻ നിങ്ങളുടെ അടുക്കലോട്ട് വരുന്നുണ്ട്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാക്ഷ്യമല്ല ദൈവത്തിൻ്റെ രാജ്യം. ഇറ്റ് ഈസ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പവർ ടു ലീഡ് എ ഫൂളിഷ് ലൈഫ് ഇൻ ദ സൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ചോദിക്കട്ടെ, 4:10, ഞാൻ എപ്പോഴും 4:10 വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, പൗലോസ് പറയുക, വി ആർ ഫൂൾസ്. പൗലോസ് 1:26-27 കാറ്റഗറി വരുന്ന ആളാണോ? എന്താ തോന്നുന്നു? ദൈവം ബലഹീനരെ തെരഞ്ഞെടുത്തു, കുലഹീനരെ തെരഞ്ഞെടുത്തു, ഭോഷന്മാരെ. പൗലോസ് ആ കാറ്റഗറി വരുന്ന ആളാണോ? ഏറെയില്ല, ആ ഏറെയില്ലാത്തതിൻ്റെ കാറ്റഗറി വരുന്ന ആളാണ് പൗലോസ്. കർത്താവ് തെരഞ്ഞെടുത്തപ്പോൾ ആരായിരുന്നു പൗലോസ്? പവർഫുൾ. He was not weak, he was strong. Dishonored ആളാണോ? No, he is highly honored. ഗമാലിയേലിൻ്റെ സ്റ്റുഡൻറ്റും റോമൻ സിറ്റിസണും, ടാർസസിൽ ജനിച്ച് വളരുക എന്ന് പറഞ്ഞാൽ ഫിലോസോഫിക്കൽ സ്കൂൾസിൻ്റെ എല്ലാം ഹബ്ബാണ് ടാർസസ്. അവിടെ ജനിച്ച് വളർന്ന ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആളാണ് പൗലോസ്. പൗലോസിനെ യേശു വിളിച്ചപ്പോൾ ബലഹീനനല്ല, ബലവാനാണ്. നികൃഷ്ടനല്ല, കുലഹീനനല്ല, നല്ല കുടുംബ പാരമ്പര്യമുള്ള ആളാണ്. ബലഹീനനുമല്ല, ഭോഷനുമല്ല. പക്ഷേ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് എന്തോ പറ്റി? വൈസ് ഫൂളായി മാറി, സ്ട്രോങ് വീക്കായി മാറി, ഓണേഡ് ഡിസോണേഡായി. പക്ഷെ കൊരിന്ത് ആളിൻ്റെ സാക്ഷ്യം എന്താ? വീക്ക് സ്ട്രോങ് ആയി, ഫൂൾ വൈസായി, ഡിസോണേഡ് ഓണേഡായി. ഹൗ ഈസ് യുവർ ടെസ്റ്റിമണി? വിളസൻ പാസ്റ്റർ ആദ്യം പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്ക് കേട്ടോണ്ടിരിക്കാം 10 ദിവസം വേണമെങ്കിൽ. പക്ഷേ ഇറ്റ്സ് അബൌട്ട് സീയിങ് അവർ സെൽവ്സ് ഇൻ എ മിറർ. ഓ, ആം ഐ ലൈക്ക് പോൾ ഓർ ആം ഐ ലൈക്ക് കൊരിന്ത്യൻ ബിലീവർ? ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ടോക്ക് കിങ്ഡത്തിൻ്റെ ലാംഗ്വേജ് ആണോ? യേശുവിൻ്റെ കിങ്ഡത്തിൻ്റെ ലാംഗ്വേജ് ആണോ? അതോ ലോകത്തിൻ്റെ കിങ്ഡത്തിൻ്റെ ലാംഗ്വേജ് ആണോ? അങ്ങനെയാണെങ്കിൽ കർത്താവിന് ഇന്നത്തെ ദിവസം നമ്മളോട് ചോദിക്കാനുള്ളത്, കിങ്ഡം ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ടോക്ക്, കിങ്ഡം ഈസ് എ മാറ്റർ ഓഫ് പവർ. ആൾക്കാർക്ക് ശക്തി കാണാൻ ഒക്കുന്നുണ്ടോ? ആ ക്രൂശിൽ കണ്ട ശക്തി പോലെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ ആ ശക്തി കാണാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ തലമുറയിൽ ആവശ്യം മോഡൽസാ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇതെല്ലാം പറയുന്നത് പോലെ അല്ല, ഇത് നമ്മുടെ മുമ്പിൽ കാണണമല്ലോ. അങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കണം, അങ്ങനെയുള്ള ടെസ്റ്റിമണീസ് കാണണം. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം യാദൃശ്ചിക ഫേസ്ബുക്കിൽ ഡോണിബ്രറിൻ്റെ ഫേസ്ബുക്ക് നമ്മുടെ മറ്റേ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ടു, 10 years back in High Wycombe, my dad was here talking about the narrow way. ഈ നന്മകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 10 വർഷം മുമ്പ് എൻ്റെ പിതാവ് ഈ ദേശത്ത് വന്ന് ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുക എന്നൊരു സന്ദേശം പറഞ്ഞ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫാദർ പറഞ്ഞ സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ, ഫാദർ പറഞ്ഞുകൊണ്ട് ഇത് മനസ്സിലാവത്തില്ല, എനിക്ക് മനസ്സിലാവത്തില്ല, ആർക്കും മനസ്സിലാകത്തില്ല. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് ആ ഭോഷത്വമെന്ന് മനുഷ്യർക്ക് തോന്നുന്ന വിളിയിൽ നിൽക്കാൻ, കേൾക്കാൻ ഇഷ്ടമുള്ളതല്ലെങ്കിലും അതേ സന്ദേശം പറയാൻ
എന്നെ ഇന്നിവിടെ നിർത്തിയ ദൈവത്തിൻ്റെ മുമ്പിൽ അതൊക്കെയാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നത്. ലോകപ്രകാരം പുകഴുന്നതിനെക്കാട്ടിൽ അതിന് ശക്തി വേണ്ട. ലോകത്തിൻ്റെ മുമ്പിൽ സാക്രിഫിഷ്യലായി ജീവിക്കാനാണ് ദൈവശക്തി വേണ്ടത്. അതാ കിങ്ഡമായി നമ്മളിൽ കാണേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, പൗലോസ് 3 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ഈ അരഗൻറ്റ് ബോസ്റ്റ്ഫുൾ ആൾക്കാരുടെ ടോക്ക് ഇല്ലാതാക്കാൻ വേണ്ടി. ഫസ്റ്റ്, മെസ്സേജ് ഓഫ് ദ ക്രോസ്. സെക്കൻഡ്, ലുക്ക് അറ്റ് യുവർ സെൽഫ്, ഹൂ വെർ യു. മൂന്നാമത് പൗലോസ് പറയുന്നത് 2:1 മുതൽ പൗലോസിൻ്റെ ജീവിതമാണ്. എൻ്റെ പ്രസംഗം എന്തോ അല്ലായിരുന്നു, ക്രൂശ് ഭോഷത്വമായിരുന്നു. പൗലോസിൻ്റെ പ്രസംഗവും എന്തോ അല്ലായിരുന്നു, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ലായിരുന്നു. അത് ശക്തിയുടെ പ്രദർശനമെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുക. The message of the cross is about power and it is radical and countercultural. Election is God's wing. ഞാനതിനെ അങ്ങനെ കാണുന്നത്. നമ്മളെല്ലാം തിരഞ്ഞെടുക്കുന്നതിലൂടെ ദൈവം ലോകത്തിനൊരു വിങ്കാണ് കൊടുക്കുന്നത്. നീ ഓർത്തോ നിന്നെ തിരഞ്ഞെടുക്കുമെന്ന്? നോ, ഐ വാണ്ട് ഹിം. പക്ഷേ ബലഹീനരല്ല ഇന്ന് പാടുന്നത്, നന്മയല്ലാതൊന്നും. നമ്മളെല്ലാം ശക്തിയായി മാറി. ശക്തിയായി മാറുമ്പോൾ ദൈവത്തിന് ഇപ്പോഴും ഇന്നും അന്വേഷിക്കേണ്ടേ, എനിക്കൊരു ഭോഷനെ വേണം. ദൈവം ഇന്നും നോക്കുന്ന ആരെയാ? ശക്തിമാന്മാരിലൂടെ നടക്കത്തില്ല. ദൈവം എന്നെ മാനിച്ചു, ഞാൻ ഇത്രയും വന്നു, ഇവരെ കൊണ്ട് നടക്കത്തില്ല. ഈ ലോകമാന്യതയല്ല വലുതെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഭോഷനാകാൻ തയ്യാറാണ്, ഞാൻ ബലഹീനനാകാൻ തയ്യാറാണ്, ഞാൻ ഡിസോണേഡ് ആകാൻ തയ്യാറാണ്, എൻ്റെ മേൽ അതിനുള്ള ശക്തിയെ പകരണമേ എന്ന് പറയുന്നവരെ ദൈവം ഇന്നും അന്വേഷിക്കുന്നു, ഈ ഹോളിലും അന്വേഷിക്കുന്നു. പരിശുദ്ധാത്മാ ശക്തി എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരെ നീന്താനുള്ള ശക്തിയാണ്. ഈ ലോകക്കാരെ പോലും ജീവിക്കാൻ എന്തിനാ പരിശുദ്ധാത്മ ശക്തി? ഞാൻ എപ്പോഴും ചോദിക്കും, അവിയലിനും സാമ്പാറിനും വെജിറ്റബിൾ അറിയാനും വണ്ടി ഓടിക്കാനും എന്തിനാ പരിശുദ്ധാത്മ ശക്തി? ലോക മനുഷ്യനും ഇതെല്ലാം ചെയ്യുന്നില്ലേ? പരിശുദ്ധാത്മ ശക്തി നമുക്ക് ആവശ്യം ഈ വിസ്ഡത്തിനെതിരെ കൗണ്ടർ കൾച്ചറൽ ലിവിങ്ങിന് വേണ്ടിയാണ് ഹോളി സ്പിരിറ്റിനെ തന്നിരിക്കുന്നത്. ആ ഹോളി സ്പിരിറ്റിനെ ശക്തി എന്ന് പറഞ്ഞ് കയ്യടിയിൽ ഒതുക്കരുത്. ലോർഡ്, ഐ നീഡ് ദിസ് പവർ, ഐ ഡോണ്ട് ഹാവ് ദിസ് പവർ. ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഐ എം ട്രൈയിങ് ടു ഇംപ്രസ് ദം ബൈ വാട്ട് ഐ ഹാവ്, ഹൗ ഐ ഹാവ്. ഇത് നോ, ഹെൽപ്പ് മീ ടു കം ഔട്ട് ഓഫ് ദിസ് വേൾഡ് സിസ്റ്റം ആൻഡ് ടു ലിവ് എ ലൈഫ് വിച്ച് ഇസ് റാഡിക്കൽ, വൺ ദാറ്റ് റിവീൽസ് ഗോഡ്സ് വിസ്ഡം ടു ദ വേൾഡ്. വില്യം ബോർഡൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ സ്പർശിച്ച ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വില്യം ബോർഡൻ എന്ന പ്രസിദ്ധനായ മിഷണറി, നിങ്ങൾ കുറച്ച് പേരെങ്കിലും വായിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു വെൽതി ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ് വില്യം ബോർഡൻ. വില്യം ബോർഡൻ യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 16-ാമത്തെ വയസ്സിൽ ഹിസ് പേരൻസ് ഗേവ് ഹിം എ ഗിഫ്റ്റ് ഓൺ ഹിസ് ബർത്ത്ഡേ. Go around, see the world and come. അതാ അവർ പറഞ്ഞത്. They bought tickets. Go around, see the world and come. വില്യം ബോർഡൻ ലോകരാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ച് തിരിച്ചു വന്നു. നല്ലതായിട്ട് പഠിക്കുന്നയാളായിരുന്നു. ഫ്രണ്ട്സ് എല്ലാം നോക്കുമ്പോൾ എപ്പോഴും he makes a note in his diary. ഇങ്ങനെയാ, say yes to Jesus and no to self all the time. He used to repeat the sentence, say yes to Jesus, no to self all the time. ഇങ്ങനെ തൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിന് വേണ്ടി ഇരുന്ന സമയത്ത് പേരൻസ് ചോദിച്ചു, നൗ വേർ യു വാണ്ട് ടു ഗോ, വാട്ട് യു വാണ്ട് ടു സ്റ്റഡി? വില്യം ബോർഡൻ്റെ മറുപടി ഇതായിരുന്നു, ഐ വാണ്ട് ടു ബി എ മിഷണറി ടു ചൈന. they were struck, shocked. How will our son survive in China? ഇത്രയും പണക്കാരനായ ദമ്പതിമാരുടെ മകൻ പറയുന്നു, യെയിൽ യൂണിവേഴ്സിറ്റിയിൽ ഉന്നത മാർക്ക് വാങ്ങിച്ച ആൾ പറയുന്നു, ഐ വാണ്ട് ടു ബി എ മിഷണറി ഇൻ ചൈന. അവരാദ്യം പിന്തിരിപ്പിക്കാൻ നോക്കി, പക്ഷേ ഹി വാസ് സോ ഫേം ഇൻ ഹിസ് കമ്മിറ്റ്മെൻറ്റ്. ആ ചൈനയിൽ പോകാൻ വേണ്ടി ലാംഗ്വേജ് പഠിക്കാൻ ഈജിപ്തിൽ താൻ കുറച്ച് നാളുകൾ അവിടെ ചെലവഴിച്ചു. അവിടെ വെച്ച് സംഭവിച്ചത്, ഹീ കോൺട്രാക്റ്റഡ് സ്പൈനൽ മെനഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം പിടിച്ച് അവിടെ വെച്ച് മരണപ്പെട്ടു. അന്നത്തെ ഈ ന്യൂസ് പേപ്പറൊക്കെ റിപ്പോർട്ട് ചെയ്ത
തലവാചകം, ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു: ദ ഗ്രേറ്റസ്റ്റ് മിഷണറി ഓഫ് ദ 20th century നെവർ മെയ്ഡ് ഇറ്റ് ടു ദ മിഷൻ ഫീൽഡ്. 20ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ മിഷണറി എവിടെ ചെന്നില്ല? മിഷൻ ഫീൽഡിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടെന്ന് 23-24 വയസ്സിൽ. എന്നിട്ട് ഇതൊന്നും അല്ല ഏറ്റവും എന്നെ സ്പർശിച്ചത്. തൻ്റെ ടൂമ്പിൻ്റെ മുമ്പിൽ ഒരു സ്റ്റോൺ ഇൻസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കാണ്. ഇന്ന് നമ്മൾ കേട്ടതുമായി എത്ര ബന്ധമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കൂ. സ്റ്റോൺ ഇൻസ്ക്രിപ്ഷനിൽ ഇന്ന് പോയാലും എഴുതി വെച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്: അപ്പാർട്ട് ഫ്രം ക്രൈസ്റ്റ് there is no explanation for such a life. എന്തുവാ? യേശുവിലൂടെ അല്ലാതെ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയത്തില്ല. നിങ്ങൾക്ക് പ്രബന്ധം എഴുതാം, നിങ്ങൾക്ക് ഹല്ലേലൂയ പറയാം. അപ്പാർട്ട് ഫ്രം ക്രൈസ്റ്റ് there is no explanation for such a life. എന്തോ ആ ശക്തി? that is power. Do you have that power? നമുക്ക് കുലുങ്ങാൻ വേണ്ടി ശക്തി ഇല്ലേലും കുലുങ്ങാം, പ്രസംഗിക്കാൻ വേണ്ടി വലിയ ശക്തിയില്ലേലും പ്രസംഗിക്കാം, അറിവിൽ പ്രസംഗിക്കാം. പക്ഷേ ഈ പ്രസംഗിക്കുന്ന പോലെ ജീവിക്കാൻ എന്തോ വേണം? ശക്തി വേണം. ഇന്ന് നമ്മൾ കേട്ടതുപോലെ കൗണ്ടർ കൾച്ചറൽ ലൈഫിന് വേണ്ടി ശക്തി വേണം. ആ ശക്തി എൻ്റെ മേൽ പകരണമേ എന്ന് നിങ്ങൾ എത്ര പേര് പറയും? പ്രിയ ദൈവമക്കളെ, ഇത് ഡേഞ്ചറസ് പ്രെയറാണ്. ഞാൻ പറയട്ടെ, ഇത് ഡേഞ്ചറസ് പ്രെയറാണ്. നമ്മൾ പലരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാൽ നമ്മൾ തുള്ളിച്ചാടും. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാൽ വലിയ സാക്രിഫൈസിലേക്ക്, വലിയ ത്യാഗത്തിലേക്കായിരിക്കും ജീവിതം പോകാൻ പോകുന്നത്. ആ ത്യാഗത്തിൻ്റെ നടുവിൽ ലോകം പറയും ഇവൻ തകർന്നു, ഇവൻ ഇല്ലാതായി, ഇവൻ ഭോഷനാ. പക്ഷെ അതിൻ്റെ നടുവിൽ യേശു പറയും, കാണുന്നുണ്ടോ എൻ്റെ ക്രൂശ്? ഇവനിൽ കാണുന്നുണ്ടോ ക്രൂശ്? അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥായിൽ പൊങ്ങിയ ക്രൂശ് ഒരിക്കൽ മാത്രം പൊങ്ങിയതല്ല, അത് എന്നിൽ പൊങ്ങണം, അത് നിങ്ങളിൽ പൊങ്ങണം. അതിലൂടെ ദൈവത്തിന് ലോകത്തോട് പറയണം, ജ്ഞാനികളെ ലജ്ജിപ്പിക്കണം ഈ ക്രൂശിൻ്റെ ശക്തി ഇന്ന് എന്നിൽ വ്യാപരിക്കുന്നതിലൂടെ. വേറൊരു രീതിയിലല്ല ദൈവം ലജ്ജിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ സാക്രിഫിഷ്യൽ ലൈഫിലൂടെയാണ് ദൈവത്തിന് ഈ ലോകത്തിൻ്റെ വിസ്ഡം ജഡ്ജ് ചെയ്യാൻ താല്പര്യം. അങ്ങനെ ഒരു ജീവിതത്തിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥലം അടയ്ക്കാം, തലകളെ ദൈവസ്ഥലം വണക്കി പ്രാർത്ഥിക്കാം. പൗലോസ് സ്ഥാപിച്ച സഭയിൽ ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസ് വന്നപ്പോൾ പൗലോസ് പറയുക, arrogant people are talking but they don't have power. എന്നിട്ട് 4:20 പറയുക, കിങ്ഡം ഇസ് നോട്ട് എ മാറ്റർ ഓഫ് ടോക്കിംഗ്, ഇറ്റ് ഈസ് പവർ. ഇതേത് പവറാണ്? ഇത് ക്രൂശിൻ്റെ ശക്തിയാണ്. ഇത് ബലഹീനനാക്കുന്ന ശക്തിയാണ്. ഇത് ഭോഷനാക്കുന്ന ശക്തിയാണ്. കിങ്ഡം എന്ന് പറയുന്നത് ക്ലെയിംസ് അല്ല. ഐ ആം റിച്ച്, ഐ ആം സ്ട്രോങ്, ആ ക്ലെയിംസ് അല്ല. ദാറ്റ് ഈസ് നോട്ട് കിങ്ഡം, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കിങ്ഡം. ബിബ്ലിക്കൽ കിങ്ഡം ഈസ് അബൌട്ട് റിമെയിനിങ് ആസ് എ വീക്ക് പേഴ്സൺ by the understanding of the cross. അങ്ങനെ ഒരു ജീവിതത്തിനായി കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ഈ ചിന്തകളാൽ may God richly bless you today.